ലിറ്ററേച്ചർ കൈവശം വെച്ചതിന്റെ പേരിൽ UAPA ചുമത്തി NIA അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ എന്തേ മതിലകം പോലീസ് സ്റ്റേഷനിലെ കള്ളനോട്ടടിക്കുന്ന യന്ത്രങ്ങളും 2 BJP നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ ആ കേസ് എന്തേ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഒരു വിചിത്രമായ കാര്യം. സ്വന്തം നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ കേരള പോലീസ് പാസ് അനുവദിച്ചു. ഒരു MLAക്ക് സ്വന്തം നിയോജകമണ്ഡലം നോക്കാൻ പാസ് കൊടുത്തില്ല. നിരവധി സംഭവങ്ങൾ. കൊടകരയിൽ കണ്ടെടുത്ത കറൻസി എവിടെയാണ്? ആ കേസ് ശരിക്ക് ED അന്വേഷിക്കേണ്ട കേസല്ലേ? ആ കേസ് ശരിക്ക് പറഞ്ഞാൽ കേരള പോലീസ് ആ കേസിന്റെ ഗതി എന്താണെന്ന് പരസ്യമായിട്ടല്ലേ കൊടകരയിൽ നിന്ന് കറൻസി പിടിച്ചെടുത്തത്? അപ്പൊ BJPയുടെ കാര്യത്തിൽ CPMന് ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ട്. ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ആ കേസ് CBIക്ക് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിറക്കി. സെക്ഷൻ 6 ഡൽഹി സ്പെഷ്യൽ പോലീസ് ആക്ട് അനുസരിച്ച്. എന്തേ മോഡി ആ കേസ് അന്വേഷിക്കാൻ വൈമനസ്യം കാണിക്കുന്നത്? EMS നമ്പൂതിരിപ്പാട് പാലക്കാട്ടെ സുന്നാ സാഹിബ് എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രചരണത്തിന് വന്നിരുന്നത് ലാൽകൃഷ്ണ അഡ്വാനിയാണ്. കാഞ്ഞങ്ങാട്ട് നീലേശ്വരത്ത് അന്നത്തെ BJPയുടെ നേതാവ് KG മാരാർ മത്സരിച്ചപ്പോൾ, രാജഗോപാലൻ മത്സരിച്ചപ്പോൾ അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. പ്രധാനമന്ത്രി മോഡി കേരളത്തിൽ വന്നിട്ട് പറയുന്നു കള്ളക്കടത്ത് നടന്നത് ഏത് ഓഫീസിലാണെന്ന് എല്ലാവർക്കും അറിയാം. കള്ളക്കടത്ത് എന്ന് പറയുന്നത് UAPA ശരിക്കും വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ടെററിസമാണ്. ഈ സാമ്പത്തിക ടെററിസം നടന്നത് എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ബഹുമാന്യനായ പ്രധാനമന്ത്രി ആ ടെററിസത്തിനെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല നടപടികളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് CPM BJP തമ്മിൽ ഒരു അന്തർധാര ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് വായിക്കുമ്പോൾ BJPയും CPMും തമ്മിൽ യാതൊരു രാഷ്ട്രീയ എതിരാളികളെയല്ല. കാരണം BJP ഉള്ള സ്ഥലത്ത് CPM ഇല്ല, CPM ഉള്ള കേരളത്തിൽ BJPയും ഒരു കാര്യമാത്ര പ്രസക്തമായിട്ടില്ല. വടക്കേ ഇന്ത്യയിൽ BJPയുടെ ഹിന്ദി ബെൽറ്റിൽ, ഇനി തെക്കേ ഇന്ത്യയിലാണെങ്കിൽ കർണാടകത്തിൽ, ആന്ധ്രാപ്രദേശിൽ, തെലുങ്കാനയിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. അപ്പൊ BJPയെ തോൽപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കും കഴിയില്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കേണ്ട ആവശ്യം BJPക്കും ഇല്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി തോറ്റാൽ ജയിക്കുന്നത് BJP അല്ല, കോൺഗ്രസ് ആണ്. ഞാൻ പലപ്പോഴും ഒരു നർമ്മത്തോടു കൂടി പറയാറുണ്ട്, BJP ആണ് ഞങ്ങളെ എതിർക്കുന്നത്, ഞങ്ങൾക്കെതിരെ കേസുണ്ടാക്കുന്നത് എന്ന് CPM പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരു ബോക്സിംഗ് ചാമ്പ്യൻ ഒരു ക്ഷയരോഗിയോട് ഒരു മത്സരത്തിന് വെല്ലുവിളിക്കില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബോക്സിംഗ് ചാമ്പ്യൻ എന്നും BJPയെ വിളിക്കാൻ പറ്റുമെങ്കിൽ ഇന്ത്യൻ പോളിറ്റിക്സിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു അണ്ണാ DMK കൊണ്ട് പറഞ്ഞ മാതിരിയാണ്. അത്രയും ശക്തിയില്ല. ഒരു നാഷണൽ പാർട്ടിയുടെ ബോർഡും അതൊരു പ്രാദേശിക പാർട്ടിയാണ്. ഇനി കേരളത്തിൽ നടന്ന ഓരോ സംഭവങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സംഗതികൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ മതിലകം പോലീസ് സ്റ്റേഷൻ അതിർത്തി 2 BJP നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ, സഹോദരന്മാർ അവരുടെ വീട്ടിൽ നിന്ന് കള്ളനോട്ടിന്റെ യന്ത്രങ്ങളും കള്ളനോട്ടും പിടിച്ചെടുത്തു. മതിലകം പോലീസ് കേസെടുത്തു. ആ കേസ് സാധാരണഗതിയിൽ NIA ആക്ട് പ്രകാരമുള്ള ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്, കൗണ്ടർഫീറ്റ് കറൻസി. ആ കേസ് കേരള സർക്കാർ NIAക്ക് കൈമാറിയില്ല. സ്വാഭാവികമായി NIAക്ക് കൈമാറേണ്ട ഒരു കേസായിരുന്നു. കാരണം കള്ളനോട്ട്, സ്വന്തം വീട്ടിൽ നിന്ന് കള്ളനോട്ട് അച്ചടിക്കുന്ന യന്ത്രങ്ങൾ പിടിച്ചെടുത്തു പോലീസ്. പ്രതികളെ പിടിച്ചു. അവരെല്ലാം ഒരു പാർട്ടിയുടെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ്. എന്നതിന് ശേഷം നമ്മൾ കാണുന്നത് എന്താണ്? കോഴിക്കോട്ടെ അലൻ താഹ എന്ന് പറയുന്ന 2 CPM ചെറുപ്പക്കാർ അവരെ കയ്യിൽ നിന്ന് 2 ലിറ്ററേച്ചർ പിടിച്ചപ്പോൾ അവരെ വലിയ UAPA ചുമത്തി. ഇവരെന്താ പറഞ്ഞത്? സംസ്ഥാന സർക്കാർ UAPAയിൽ ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് ഈ ചുമത്തിയിരിക്കുന്നത്. NIA ആക്ട് പ്രകാരമുള്ള ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് UAPA. നിരോധിച്ച പാർട്ടിയുടെ ലിറ്ററേച്ചർ കൈവശം വെച്ചു. അവരെ മാസങ്ങളോളം ജയിലിലടച്ചില്ലേ?
അപ്പൊ അലൻ താഹ സഹോദരന്മാരോട് ലിറ്ററേച്ചർ കൈവശം വെച്ചതിന്റെ പേരിൽ UAPA ചുമത്തി NIA അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ എന്തേ മതിലകം പോലീസ് സ്റ്റേഷനിലെ കള്ളനോട്ടടിക്കുന്ന യന്ത്രങ്ങളും 2 BJP നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ ആ കേസ് എന്തേ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഒരു വിചിത്രമായ കാര്യം. ഇനി നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കോവിഡ് പീരീഡിൽ ഇരിക്കൂറിലെ MLA ആയിരുന്ന KC ജോസഫ് കോട്ടയത്തു നിന്നും ഇരിക്കൂർ പോകാൻ വേണ്ടി അനുമതി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പാസ് കൊടുത്തില്ല, കോവിഡ് റെസ്ട്രിക്ഷൻ കാരണം. പക്ഷേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന് സ്വന്തം നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ കേരള പോലീസ് പാസ് അനുവദിച്ചു. ഒരു MLAക്ക് സ്വന്തം നിയോജകമണ്ഡലം നോക്കാൻ പാസ് കൊടുത്തില്ല. നിരവധി സംഭവങ്ങൾ. കൊടകര കേസ് അതിൽ ഒന്ന് മാത്രമാണ്. കൊടകരയിൽ കണ്ടെടുത്ത കറൻസി എവിടെയാണ്? ആ കേസ് ശരിക്ക് ED അന്വേഷിക്കേണ്ട കേസല്ലേ? ആ കേസ് ശരിക്ക് പറഞ്ഞാൽ കേരള പോലീസ് ആ കേസിന്റെ ഗതി എന്താണെന്ന് പരസ്യമായിട്ടല്ലേ കൊടകരയിൽ നിന്ന് കറൻസി പിടിച്ചെടുത്തത്? അപ്പൊ BJPയുടെ കാര്യത്തിൽ CPMന് ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ട്. അതുപോലെ തന്നെയാണ് BJPക്ക് CPMനോടും ഉള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ജയകൃഷ്ണൻ മാസ്റ്ററുടെ പദം? TP ചന്ദ്രശേഖരൻ കേസിന്റെ അന്വേഷണ മധ്യേ അതിലെ പ്രതി TK രജീഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തി. TP ചന്ദ്രശേഖരൻ കേസ് മാത്രമല്ല, KT ജയകൃഷ്ണൻ മാഷ കേസിലും ഞങ്ങൾ തന്നെയാണ് അത് ആസൂത്രണം ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ ലാർജർ കോൺസ്പിറസി, KT ജയകൃഷ്ണന്റെ വധം എന്ന് പറയുന്നത് കേരളത്തെ ഞെട്ടിച്ച 10-16 കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു അധ്യാപകനെ വെട്ടി നുറുക്കി കൊന്ന് ആ അധ്യാപകന്റെ തലച്ചോറും ചോരയുമാണ് കുട്ടികളെ പുസ്തകത്തിലേക്ക് തെറിച്ചു വീണത്. ആ കുട്ടികളെല്ലാം ഇന്നും മന്ദബുദ്ധികളായി കഴിയുന്നു. ആ കേസിന്റെ ലാർജർ കോൺസ്പിറസി സംബന്ധിച്ച് TP ചന്ദ്രശേഖരൻ കേസിലെ മുഖ്യപ്രതി ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ആ കേസ് CBIക്ക് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിറക്കി. സെക്ഷൻ 6 ഡൽഹി സ്പെഷ്യൽ പോലീസ് ആക്ട് അനുസരിച്ച്. എന്തേ മോഡി ആ കേസ് അന്വേഷിക്കാൻ വൈമനസ്യം കാണിക്കുന്നത്? അതിന് ലാർജർ കോൺസ്പിറസി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉന്നതരായ CPM നേതാക്കന്മാർ ജയിലിൽ അടക്കപ്പെടും. CBI അന്വേഷണം ഉത്തരവിറക്കിയിരിക്കുന്നത് UDF സർക്കാരിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ മുമ്പിൽ വരച്ച് കാണിക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ ഞാൻ പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടിക്കെതിരെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ 2-3 തവണ അന്വേഷിച്ച് അവസാനിപ്പിച്ച, കേരള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അവസാനിപ്പിച്ച ഒരു കേസ്, ഒരു കളങ്കിതയായ സ്ത്രീ മുഖ്യമന്ത്രിയെ നേരിൽ വന്ന് കണ്ടു, ഒരു വെള്ളക്കടലാസിൽ ഒരു പരാതി എഴുതി കൊടുത്തു, ഈ കേസെല്ലാം CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പോലീസിന്റെ റിപ്പോർട്ട് പോലും വിളിച്ചു വരുത്താതെ, ഒരു ലീഗൽ ഒപ്പീനിയൻ പോലും വിളിച്ചു വരുത്താതെ ഉടനടി പോലീസിനെ കേന്ദ്ര സർക്കാരിലേക്ക് CBI അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിറക്കിയ മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം കേസുകളെല്ലാം CBIക്ക് അന്വേഷിക്കുന്നതിൽ വിടുന്നതിൽ മുഖ്യമന്ത്രി വൈമനസ്യം കാണിച്ചത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ CPMഉം BJPയും അവരുടെ മുഖ്യ ശത്രു. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതും കോൺഗ്രസ് മുക്ത കേരളമാണ്, BJP പറയുന്നതും കോൺഗ്രസ് മുക്ത കേരളമാണ്. അവിടെയാണ് അവർ ഒന്നിച്ച് കൈകോർത്ത് പിടിക്കുന്നത്. 1977 നമുക്കറിയാം, EMS നമ്പൂതിരിപ്പാട് പാലക്കാട്ടെ സുന്നാ സാഹിബ് എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രചരണത്തിന് വന്നിരുന്നത് ലാൽകൃഷ്ണ അഡ്വാനിയാണ്. കാഞ്ഞങ്ങാട്ട് നീലേശ്വരത്ത് അന്നത്തെ BJPയുടെ നേതാവ് KG മാരാർ മത്സരിച്ചപ്പോൾ, രാജഗോപാലൻ മത്സരിച്ചപ്പോൾ അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. ദുർഗ ഹൈസ്കൂൾ മൈതാനിയിൽ KG മാരാർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയിരുന്നത് കാഞ്ഞങ്ങാട് ബഹുമാന്യനായ EMS ആയിരുന്നു. അന്ന് അവരുടെ മെയിൻ ടാർഗറ്റ് കോൺഗ്രസ് ആയിരുന്നു. അപ്പൊ RSSുമായി കൂട്ടുപിടിക്കാൻ, BJPയുമായി കൂട്ടുപിടിക്കാൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഓഫീസും പ്രധാനമന്ത്രി മോഡി കേരളത്തിൽ വന്നിട്ട് പറയുന്നു, കള്ളക്കടത്ത് നടന്നത് ഏത് ഓഫീസിലാണെന്ന് എല്ലാവർക്കും അറിയാം. കള്ളക്കടത്ത് എന്ന് പറയുന്നത് UAPA ശരിക്കും വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ടെററിസമാണ്. ഈ സാമ്പത്തിക ടെററിസം നടന്നത്
എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ബഹുമാന്യനായ പ്രധാനമന്ത്രി ആ ടെററിസത്തിനെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ഇന്ന് വലസുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ED എത്ര അന്വേഷണം നടത്തി? ഒന്നും സംഭവിച്ചില്ല. തൃശൂർ ജില്ലയിലെ ബാങ്കിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ ED ഉന്നതരായ നേതാക്കൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പങ്കെടുത്തൊരു യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് എങ്ങനെ ബാങ്കിലെ തട്ടിപ്പ് നടത്തണമെന്ന് തീരുമാനിച്ചത് എന്ന് ആ കേസിൽപ്പെട്ട ഒരു പ്രതി, മാപ്പ് സാക്ഷിയായ പ്രതി കോടതിയിൽ പറഞ്ഞു. പക്ഷെ ED ഉറങ്ങുകയല്ല, ഉറക്ക് നടിക്കുകയാണ്. അവിടെ അവർക്ക് ആവശ്യം കോൺഗ്രസിന്റെ രക്തമാണ്, യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരലല്ല.